ഏവർക്കും സ്പോട്ടോപ്പിയിലേക്ക് സ്വാഗതം. രോഹിത് ശർമ്മയുടെ കീഴിൽ ഇന്ത്യൻ ടീം അങ്ങനെ ICC T20 വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 17 വർഷത്തിന് ശേഷമാണ് അവരൊരു ICC കിരീടം സ്വന്തമാക്കുന്നത്. അതുപോലെ തന്നെ 2011 വേൾഡ് കപ്പ് നേടി 2013 ചാമ്പ്യൻസ് ട്രോഫി കിരീടവും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ICC കിരീടം സ്വന്തമാക്കുന്നത്. അവസാനമായിട്ട് അവർ നേടിയിട്ടുണ്ടായിരുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫി ആയിരുന്നു. അതിനു ശേഷം ഒരു T20 വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തിയിരുന്നു. കഴിഞ്ഞ 2023 വേൾഡ് കപ്പിലും അവർ ഫൈനലിൽ പുറത്താവുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് നിരാശ സമ്മാനിച്ച ഒരുപാട് ICC കിരീടങ്ങൾ നമ്മുടെ മുന്നിലൂടെ അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും നടന്നവരാണ് നമ്മൾ. പക്ഷേ ഇതിനൊക്കെ വിരാമം വിട്ടുകൊണ്ട് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ അങ്ങനെ ഒരു ICC T20 ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ബ്രില്യൻസുകളാണ്. എന്തൊക്കെയാണ് 5 ക്യാപ്റ്റൻസി ബ്രില്യൻസുകൾ ഈ ടൂർണമെന്റിലുടനീളം രോഹിത് ശർമ്മ കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് ജസ്പ്രീത് ബുംറയെ യൂസ് ചെയ്ത രീതിയാണ്. അതായത് തനിക്ക് കിട്ടിയ ആ ബെൻസ് കാറിനെ തനിക്ക് എങ്ങനെ നന്നായി ഓടിക്കാൻ അറിയാം, എങ്ങനെ അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം എന്നൊക്കെ വ്യക്തമായ ധാരണയുള്ള ഒരു ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിൽ ജസ്പ്രീത് ബുംറയെ രോഹിത് ശർമ്മ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബോളേഴ്സിനെ എങ്ങനെ കൃത്യമായ ഇടവേളകളിൽ യൂസ് ചെയ്യാൻ എന്ന് വ്യക്തമായി അറിയുന്ന ഒരു ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് ശർമ്മ. അതിൽ ആർക്കും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. MSDക്ക് ശേഷം ബോളേഴ്സിനെ എത്രമേൽ യൂസ് ചെയ്യുന്നൊരു ക്യാപ്റ്റനെ നമ്മൾ കാണുന്നതും അതിനുശേഷം മാത്രമാണ്. അപ്പോൾ എന്തായാലും ജസ്പ്രീത് ബുംറയെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടൂർണമെന്റിലുടനീളം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം ഒരു 2ാമത്തെ ഓവറിലും അതുപോലെ തന്നെ 4ാമത്തെ ഓവറിലാണ് സാധാരണ ജസ്പ്രീത് ബുംറയെ കൊണ്ടുവരാറ്. അതിനുശേഷം ഒരു 17ാമത്തെ ഓവറും 19ാമത്തെ ഓവറും കൊടുക്കുക എന്നുള്ളതാണ് പതിവ്. പക്ഷേ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ആ ഒരു 16ാമത്തെ ഓവർ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ചെറുതല്ല എന്നുള്ളത് തന്നെയാണ്. വ്യക്തമായി ബാറ്റ്സ്മാർക്ക് ഒരു പ്രഷർ കൊടുക്കാൻ അവിടെ ജസ്പ്രീത് ബുംറയ്ക്ക് കഴിഞ്ഞു. 16ാമത്തെ ഓവറിൽ ജസ്പ്രീത് ബുംറ വരുമ്പോൾ നമ്മളെല്ലാവരും പേടിച്ചിരുന്നു, കാരണം അവസാനത്തെ ഓവറുകളിൽ ആര് ബോൾ ചെയ്യുന്നുള്ളത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ നോക്കുക, 30 പന്തിൽ വെറും 30 റൺസ്. ഏത് ബാറ്റ്സ്മാരും വളരെ അനായാസകരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറാണത്. വെറും 2 ഓവറിലൊക്കെ കളി തീർക്കാൻ പറ്റും. ആ ഒരു 15ാമത്തെ ഓവറിൽ TV നിർത്തിപ്പോയ എത്രയോ ആരാധകർ വരെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ TV നിർത്തിപ്പോയവരുടെ മുന്നിലേക്ക് രോഹിത് ശർമ്മ തന്റെ അവസാനത്തെ അമ്പിനെ കൂടി ഇറക്കുകയാണ്. അത് ജസ്പ്രീത് ബുംറയുടെ ആ 16ാമത്തെ ഓവർ അത് നിർണായകമായി. അവിടെ 4 റൺസ് മാത്രമാണ് ജസ്പ്രീത് ബുംറയ്ക്ക് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഹർദിക് പാണ്ഡ്യ വരുന്നു. അവിടെ ഒരിക്കലും നമ്മൾ ഹർദിക് പാണ്ഡ്യയെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ മനസ്സ് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത്. അവിടെ നമ്മൾ അർഷദീപ് സിംഗിനെയാണ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാനടക്കം എല്ലാ ക്രിക്കറ്റ് ആരാധകരും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ഹർദിക് പാണ്ഡ്യ വ്യക്തമായ രീതിയിൽ തന്നെ കൊണ്ടുവരുന്ന ഒരു സ്ലോ ബോളിലൂടെ ക്ലാസിനെ പുറത്താക്കുന്നു. അവിടെ നിന്നാണ് ഇന്ത്യ കളി പിടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കൃത്യമായി കളി ഇന്ത്യ കൈപ്പിടിയിലാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയെ കൃത്യമായ രീതിയിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷം വീണ്ടും ജസ്പ്രീത് ബുംറയെ കൊണ്ടുവന്ന് ഒന്നുകൂടി പ്രഷർ കൊടുത്ത് കളിയെ തൻ്റെ പക്കലിലേക്കാക്കുന്ന, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കൈപ്പത്തിയിലേക്ക് ആക്കുന്ന രോഹിത് ശർമ്മയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്തത് പറയാനുള്ളത്, 2ാമത്തെ ഏറ്റവും ക്യാപ്റ്റൻസി ബ്രില്യൻസിൽ തോന്നിയിട്ടുള്ളത് 6ാമത്തെ ബോളറെ കൃത്യമായ രീതിയിലുള്ളൊരു ഉപയോഗം നടത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പറയാനുള്ളത്, ഒന്ന് അക്ഷർ പട്ടേലിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു 6ാമത്തെ ബോളർ എന്നല്ല. അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ ഒരു മീഡിയം പേസ് ബോളറാണ്. പക്ഷേ വിക്കറ്റ് വേണ്ട സമയത്ത് കൃത്യമായി എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ ഹർദിക് പാണ്ഡ്യക്ക് നന്നായി അറിയാമായിരുന്നു. അത് രോഹിത് ശർമ്മ കൃത്യമായി നടപ്പിലാക്കി എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കൃത്യമായി ഹർദിക് പാണ്ഡ്യ നടപ്പിലാക്കുന്നതും നമ്മൾ കണ്ടു. അടുത്തത് പറയാനുള്ളത്, 3ാമത്തെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയെ നല്ല രീതിയിൽ യൂസ് ചെയ്തു എന്നുള്ളതാണ്. വിരാട് കോഹ്ലി നമുക്കറിയാം ഫൈനലിൽ വരെ ഒരു മോശം പ്രകടനമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഫൈനലിന് മുന്നേ പോകുമ്പോൾ വരെ രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫൈനലിൽ വിരാട് കോഹ്ലി കളിക്കുമെന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വിരാട് കോഹ്ലിയിൽ വിശ്വാസം അർപ്പിച്ചത് എന്തായാലും ഫൈനലിൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ
നല്ലൊരു രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സ്പോട്ട് ഓപ്പിയുടെ ഒരു അഭിപ്രായം. അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ്. കിങ് കോഹ്ലി വേണ്ട വിധത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു. 76 റൺസ് നേടിക്കൊണ്ട് ഇന്ത്യയെ ഒരു നല്ലൊരു ടോട്ടലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അടുത്തത് പറയാനുള്ളത് സ്കോഡിനെ നല്ല രീതിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ നമ്മൾ തുടങ്ങുമ്പോൾ, അതായത് T20 വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സ്കോഡ് എന്തായിരുന്നോ അത് തന്നെയായിരുന്നു ഫൈനലിലേക്ക് എത്തി നിൽക്കുമ്പോഴും നമ്മൾ കണ്ടിരുന്നത്. ആകെ ഒരു മാറ്റം എന്ന് പറയുന്നത് കുൽദീപ് യാദവ് വന്നു എന്നുള്ളതാണ്. മുഹമ്മദ് സിറാജിന് പകരം കുൽദീപ് യാദവ് വന്നു എന്നുള്ളതാണ്. വെസ്റ്റ് ഇൻഡീസിലെ പിച്ച് വളരെ കുറച്ചും കൂടി സ്ലോ ആണ്. അവിടെ സിറാജിന് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രോഹിത് ശർമ്മ കുൽദീപ് യാദവിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. കുൽദീപ് യാദവിനെ കൃത്യമായ രീതിയിൽ യൂസ് ചെയ്യുന്നു. കൃത്യമായ ഇടവേളയിൽ കുൽദീപ് യാദവ് വിക്കറ്റ് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ആ മത്സരത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നമുക്ക് യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം നിർണായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടീമിൽ എല്ലാവരെയും നല്ല രീതിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്ലേയേഴ്സിനും നല്ല രീതിയിൽ കോൺഫിഡൻസ് കൊടുക്കുക. ചില മിസ്റ്റേക്കുകളൊക്കെ ഋഷഭ് പന്തിൽ നിന്നൊക്കെ വരുമ്പോൾ രോഹിത് ശർമ്മ പോയിട്ട് ചീത്ത വിളിക്കുന്ന അതേ രോഹിത് ശർമ്മ പോയിട്ട് ഓരോ സമയത്തും ഉപദേശങ്ങൾ കൊടുക്കുന്നു. ബോളേഴ്സിനെ നേരിട്ട് കാണുന്നു, ഏത് ഫീൽഡിലാണ് പൊസിഷൻ നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കൃത്യമായി തന്നെ ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്തത് പറയാനുള്ളത് കൃത്യമായ ഫീൽഡിംഗ് പൊസിഷനാണ്. നല്ല രീതിയിൽ ഫീൽഡ് പ്ലേസ് ചെയ്യാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അക്ഷർ പട്ടേലിൻ്റെ ഒരു ക്യാച്ചൊക്കെ ഉണ്ട്, സ്റ്റണ്ണിങ് ആയിട്ടുള്ള പറന്നെടുത്തുള്ള ക്യാച്ച്. പക്ഷെ ആ ക്യാച്ചിനെ നമ്മൾ നല്ല രീതിയിൽ പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അക്ഷർ പട്ടേലിനെ അവിടെ നിർത്താൻ കാണിച്ച രോഹിത് ശർമ്മയുടെ മനസ്സിനെ കൂടി ആ ഒരു ദീർഘവീക്ഷണത്തെ കൂടി നമ്മൾ പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കൃത്യമായ ഒരു ഫീൽഡിംഗ് പൊസിഷനും കൂടി നടത്താൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സ്പോട്ട് ഓപ്പിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ക്യാപ്റ്റൻസി ബ്രില്യൻസുകൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇതുപോലെ ഒരു T20 ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഒരു T20 ക്രിക്കറ്റ് കിരീടം നേടിയിരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ഗുഡ് ബൈ.